डोंट ब्लिंक വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ വരാം. हमारे यहाँ पहलगाम हमले के 24 घंटे बाद ऐसे जर्नलिस्ट बता रहा हूँ हम पर ये आरोप लगने लगे और हमको ये प्रेशर हमारे ऊपर डाले जाने लगा कि आप इसमें ये मत बोलो कि धर्म पूछ के पैंट उतार कर इनकी धर्म की पहचान करके इनको मारा गया. 24 घंटे के अंदर आप कांग्रेस नेताओं का बयान निकाल लीजिए, वामपंथी सोच वालों के विचार निकाल लीजिए, जो ढपली गैंग है, जो मोमबत्ती गैंग है, इनके निकाल के देख लीजिए बयान. अरे नहीं ये तो धर्म पूछ के मारने का समय थोड़ा होता है, जब आतंकवादी मारता है तो सभी को मारता है. फिर एक वो मुस्लिम घोड़े वाला मारा गया तो उसकी कहानी लेकर आ गए. उन्हीं मारने वालों में एक क्रिश्चियन भी मारा गया था मध्य प्रदेश का, तो उसकी बातें करने लग गए वो भी. अरे भैया धर्म पूछ के मारा गया था, अगर एक ने रोकने की कोशिश करी उसको भी मार दिया क्योंकि उसने काफिरों को बचाने का कुफ्र किया था, इसलिए उसको मार दिया बेचारे को. लेकिन एक ही आए ना बचाने के लिए, वो इतने सारे थे घोड़े वाले आ जाते हैं. वो कहने का मतलब हम तो 24 घंटे में उस पर मिट्टी डालने लगते हैं असलियत पे. हम इतना भी इंतजार नहीं करते कि चलो ब्रेन वॉश हो जाने दो, मेमोरी जाने दो इसकी, तब हम इसकी कोई झूठी कहानी पहलगांव की बना लेंगे आज से 15-20 साल बाद. अरे भैया 15 घंटे बाद शुरू हो जाते हैं लोग. പുള്ളിക്കാരൻ പറയുന്നത് ഹിന്ദിയിലാണ്, സോ തർജ്ജമ ചെയ്തു തരാം. അതായത് പെഹൽഗാം അറ്റാക്ക് 26-27 പേരെ കൊലയ്ക്ക് കൊടുത്ത ആ പെഹൽഗാം അറ്റാക്കിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം ആസ് എ റിപ്പോർട്ടർ ഹി ഗോട്ട് ലോട്ട് ഓഫ് പ്രഷർ ഫ്രം സോ മെനി പീപ്പിൾ. അതായത് നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് മതം ചോദിച്ചിട്ടാണ് തീവ്രവാദികൾ കൊന്ന് എന്നുള്ള ന്യൂസ് പുറത്ത് വരരുത് എന്ന് പല പാർട്ടിക്കാർക്കും നിർബന്ധം. അവർക്ക് മേലെ പ്രഷർ, മതം ചോദിച്ചിട്ടാണ് കൊന്നതെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. ഓക്കെ, അവരെ ഹിന്ദുസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവരെ കൊന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ന്യൂസ് പുറത്ത് വരരുത് എന്ന് ചില പാർട്ടിക്കാർക്ക് കുറച്ച് നിർബന്ധം. ഇത് നിങ്ങൾ ലൈവ്ലി തന്നെ കണ്ടു കാണും. എന്നുവെച്ചാൽ കുറേ വീഡിയോസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ സോനാക്ഷി സിൻഹയുടെ ഫാദർ ശത്രുഘ്നൻ സിൻഹ പറയുന്ന ഒരു വീഡിയോ ഓപ്പണായിട്ട് എല്ലാവരുടെയും മുന്നിൽ. അതായത് ഇത് മതം ചോദിച്ചിട്ടൊന്നല്ല കൊന്നത്, തീവ്രവാദികൾ വന്നു ജസ്റ്റ് റാൻഡംലി എല്ലാവരും വെടിവെച്ച് കൊന്നു, ഈ മതത്തിൻ്റെ കാര്യം കുത്തിക്കയറ്റിയത് BJP കാരാണ്, അല്ലാതെ മതം ചോദിച്ചിട്ട് ആരും ഇവിടെ കൊന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്ന കുറേ വീഡിയോസ് ഉണ്ട്. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ പാർട്ടിയിലുള്ള പല ലീഡേഴ്സും ഇതന്നെയാണ് പറഞ്ഞത്, മതം ചോദിച്ചിട്ട് ആരും കൊന്നിട്ടില്ല, ഇത് ചുമ്മാ BJP കൊണ്ടുവരുന്ന ഒരു പ്രൊപ്പഗാൻഡയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതെന്താണെന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. അതായത് ഹിന്ദുസിനെ ടാർഗറ്റ് ചെയ്ത് പേരും നാളും ചോദിച്ച് അവരുടെ മുണ്ട് പൊക്കി നോക്കിയിട്ടാണ് കൊന്നത് എന്ന വിവരം ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലോചിക്കുമ്പോൾ ഇറ്റ്സ് റിയലി പെയിൻഫുൾ. ഇതിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോമൺ മാനായിട്ട് എങ്ങനെ ഇത് പറയാമെന്ന് ചോദിക്കാം. ഇത് പറയുന്നത് റിപ്പോർട്ടറാണ്, പുള്ളി ഓപ്പണായിട്ട് പറയുന്നുണ്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന്, മതത്തിൻ്റെ പേരിൽ കൊന്നു എന്ന് പറയരുത് എന്ന് വരെ പുള്ളിക്കാരന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന്. സോ ഇവരാരെ വെളുപ്പിക്കാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പാകിസ്ഥാൻകാരുടെ മൂഡ് താങ്ങിയിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത്? ടെററിസ്റ്റുകൾ, നോർമൽ പീപ്പിൾ അല്ല. പാകിസ്ഥാനി ടെററിസ്റ്റ് ഇന്ത്യയിൽ വന്നിട്ട് ഹിന്ദുസിനെ തപ്പിപ്പിടിച്ചെടുത്ത് കൊന്നു എന്ന് പറയാനുള്ള നട്ടൽ പോലും പല മീഡിയക്കും ഇല്ലേ? അല്ലെങ്കിൽ പല പാർട്ടിക്കാർ ഇത് എന്തിനാ വളച്ചൊടിക്കാൻ നോക്കുന്നത്? വൈ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്?